എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ രണ്ട് കമ്പോണൻസിനെ സംബന്ധിക്കുന്ന ഡാറ്റയാണ് തന്നിരിക്കുക. അതായത് എക്സ് എന്ന് പറയുന്ന മെറ്റീരിയലും വൈ എന്ന് പറയുന്ന മെറ്റീരിയലും. ആ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. മിനിമം കൺസംഷൻ 25 യൂണിറ്റ്സ് ഈച്ച് പെർ വീക്ക്. മാക്സിമം കൺസംഷൻ 75 യൂണിറ്റ്സ് ഈച്ച് പെർ വീക്ക്. മാക്സിമം കൺസംഷനും മിനിമം കൺസംഷനും എക്സിനും വൈക്കും കോമൺ ആയിട്ടാണ്. റീഓർഡർ ക്വാണ്ടിറ്റി എക്സിന് 400 യൂണിറ്റ്, വൈ 600 യൂണിറ്റ്സ്. റീഓർഡർ പീരീഡ് എക്സ്, മിനിമം റീഓർഡർ പീരീഡ് 4, മാക്സിമം 6 വീക്സ്. വൈ റീഓർഡർ പീരീഡ്, മിനിമം റീഓർഡർ പീരീഡ് 2, മാക്സിമം 4 വീക്സ്. എമർജൻസി സപ്ലൈ ടൈം എക്സ് 2 വീക്സ്, വൈ 1 വീക്ക്. കാൽക്കുലേറ്റ് ഫോർ ഈച്ച് കമ്പോണൻറ്റ് റീഓർഡർ ലെവൽ, മിനിമം ലെവൽ, maximum level, average level and danger level. Reorder level ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. റീഓർഡർ ലെവലിൻ്റെ ഇക്വേഷൻ മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. അത് രണ്ടും ക്വസ്റ്റ്യനിൽ നമുക്ക് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. എക്സിനെ സംബന്ധിച്ച് 75 ഇൻറ്റു 6. എക്സിൻ്റെ മാക്സിമം റീഓർഡർ പീരീഡ് 6 ആണ്. 450 യൂണിറ്റ്സ് ആണ് എക്സിൻ്റെ റീഓർഡർ ലെവൽ. വൈയുടെയും മാക്സിമം കൺസംഷൻ 75 തന്നെയാണ്. വൈയുടെ മാക്സിമം റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ വൈയുടെ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് 75 ഇൻറ്റു 4 ഈക്വൽ ടു 300 യൂണിറ്റ്സ് ആണ്. നെക്സ്റ്റ് മിനിമം ലെവൽ. മിനിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഓർ ആവറേജ് കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് ഓർ ആവറേജ് റീഓർഡർ പീരീഡ്. ആവറേജ് യൂസേജ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നോർമൽ കൺസംഷൻ തന്നെയാണ്. ആവറേജ് റീഓർഡർ പീരീഡ് എന്ന് പറയുന്നതും നോർമൽ റീഓർഡർ പീരീഡ് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നോർമൽ കൺസംഷൻ നേരിട്ട് നൽകിയിട്ടില്ല. അതുപോലെ തന്നെ നോർമൽ റീഓർഡർ പീരീഡും നേരിട്ട് തന്നിട്ടില്ല. എന്നിരുന്നാലും ഇവ രണ്ടും നമുക്ക് കണ്ടെത്താവുന്നതുമാണ്. നോർമൽ കൺസംഷൻ അഥവാ ആവറേജ് യൂസേജ് എന്ന് പറയുന്നത് മിനിമം കൺസംഷൻ പ്ലസ് മാക്സിമം ഡിവൈഡഡ് ബൈ 2 ആണ്. ആയതിനാൽ 25 പ്ലസ് 75 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 50 യൂണിറ്റ്സ് ആണ് ആവറേജ് കൺസംഷൻ അഥവാ നോർമൽ കൺസംഷൻ എന്ന് പറയുക. നോർമൽ റീഓർഡർ പീരീഡ് നമുക്കറിയാം. ഓരോ മെറ്റീരിയലിൻ്റെയും മിനിമം റീഓർഡർ പീരീഡും മാക്സിമം റീഓർഡർ പീരീഡും ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം അങ്ങനെയാകുമ്പോൾ ഇനി എക്സിൻ്റെ മിനിമം ലെവൽ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ റീഓർഡർ ലെവൽ 450. അതിൽ നിന്നും അതിൻ്റെ മിനിമം കൺസംഷൻ 50. മിനിമം അല്ല, നോർമൽ കൺസംഷൻ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് 50 ഇൻറ്റു എക്സിൻ്റെ മിനിമം റീഓർഡർ പീരീഡ് 4, മാക്സിമം റീഓർഡർ പീരീഡ് 6 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 450 minus 250 is equal to 200 യൂണിറ്റ്സ് ആണ് എക്സിൻ്റെ
മിനിമം ലെവൽ എന്ന് പറയുക. ഇനി വൈയുടെ മിനിമം ലെവൽ, വൈയുടെ റീഓർഡർ ലെവൽ 300 യൂണിറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, മൈനസ് വൈയുടെ നോർമൽ കൺസംഷൻ 50 ഇൻറ്റു വൈയുടെ നോർമൽ റീഓർഡർ പീരിയഡ് or average reorder period, that is 2 plus 4 divided by 2 is equal to 300 minus 150 is equal to 150 units. Next, calculation of maximum level. Maximum level is equal to reordering level plus reorder quantity minus minimum consumption into minimum reorder period. അതിലെല്ലാ കമ്പോണൻസും ക്വസ്റ്റ്യനിൽ നമുക്ക് നേരിട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. എക്സിനെ സംബന്ധിച്ച് മാക്സിമം ലെവൽ എന്ന് പറയുക റീഓർഡർ ലെവൽ 450, റീഓർഡർ ക്വാണ്ടിറ്റി 400, മിനിമം കൺസംഷൻ 25, മിനിമം റീഓർഡർ പീരീഡ് 4. ആയതിനാൽ 450 പ്ലസ് 400 മൈനസ് 25 ഇൻറ്റു 4 is equal to 850 minus 100 is equal to 750 units. നെക്സ്റ്റ് വൈയുടെ മാക്സിമം ലെവൽ, വൈയുടെ റീഓർഡർ ലെവൽ 300, വൈയുടെ റീഓർഡറിംഗ് ക്വാണ്ടിറ്റി 600, വൈയുടെ മിനിമം കൺസംഷൻ 25, വൈയുടെ മിനിമം റീഓർഡർ പീരീഡ് 2. അതുകൊണ്ട് 300 പ്ലസ് 600 മൈനസ് 25 ഇൻറ്റു 2 is equal to 900 മൈനസ് 50 is equal to 850 units. Next, calculation of average stock level. Average stock level is equal to minimum level plus half of reordering quantity. X minimum level 200 plus half of 400. 400 is reordering quantity. So 200 plus half of 400 is equal to 200 plus 200 is equal to 400 units. Y minimum level 150 units. Y reorder level 600. So 150 plus half of 600 is equal to 150 plus 300 divided by 450 units. Next, calculation of danger level. Danger level is equal to average consumption or normal consumption into emergency supply time. X normal or average consumption is equal to 50 units. Emergency supply time 2 weeks. So 50 into 2 is equal to 100 units. Y average consumption 50 units. Emergency supply time 1 week. So danger level of Y is equal to 50 units into 1 is equal to 50 units. ഇവിടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 2 മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. അതിൽ അവസാനത്തെ പോയിന്റ് റീഓർഡർ സപ്ലൈ പീരീഡ് എക്സ് 2 months, വൈ 1 month. അത് എമർജൻസി സപ്ലൈ ടൈം എന്നുള്ള രീതിയിലാണ് പരിഗണിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ ലെവലിൻ്റെ കാൽക്കുലേഷനിൽ മാത്രമാണത് പരിഗണിക്കപ്പെടേണ്ടത്.
ഇവിടെ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത റീഓർഡർ ക്വാണ്ടിറ്റി അഥവാ EOQ കാൽക്കുലേറ്റ് ചെയ്യണം. അത് നേരിട്ട് നമുക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. തുടർന്ന് ഉള്ള സ്റ്റോക്ക് ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ EOQ എന്ന് പറയുന്നത് നമുക്കറിയാം √2CO ഡിവൈഡഡ് ബൈ I ആണ്. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആദ്യമായി EOQ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുക. റീഓർഡർ ക്വാണ്ടിറ്റി അഥവാ EOQ കാൽക്കുലേറ്റ് ചെയ്യുക. √2CO ഡിവൈഡ് ബൈ I. C എന്ന് പറയുന്നത് കൺസംഷൻ പെർ ആനമാണ്. എന്ന് പറയുമ്പോൾ ഇവിടെ പെർ വീക്കിലെയാണ് തന്നിരിക്കുക. അത് നമ്മൾ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. നോർമൽ കൺസംഷൻ പെർ വീക്ക് 60 യൂണിറ്റ്സ് ആണ്. ഇൻറ്റു 52, ഒരു ഇയറിൽ 52 വീക്സ് ആണ്. ആയതിനാൽ 60 യൂണിറ്റ്സ് ഇൻറ്റു 52 3120 യൂണിറ്റ്സ് ആണ് ആനുവൽ കൺസംഷൻ എന്ന് പറയുക. ഓർഡറിംഗ് കോസ്റ്റ് നേരിട്ട് തന്നിട്ടുണ്ട്. ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് പെർ ആനം ₹18 നേരിട്ട് നൽകിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് റീഓർഡർ ക്വാണ്ടിറ്റി അഥവാ EOQ കാൽക്കുലേറ്റ് ചെയ്യുക. തുടർന്ന് മറ്റ് സ്റ്റോക്ക് ലെവൽസ് ഓഫ് മെറ്റീരിയൽസ് കാൽക്കുലേറ്റ് ചെയ്യുക.